കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി എന്ന സ്ഥലത്ത് ഷെമിന് വേണ്ടി ചെയ്തേക്കുന്ന ഒരു വീടാണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു റോഡിൽ നിന്ന് ഏകദേശം ഒരു 6 അടിയോളം ഹൈറ്റിലാണ് പ്ലോട്ട് ഉണ്ടായിരുന്നത്. അപ്പം അതാണ് നമ്മൾ ആ മണ്ണൊന്നും എടുത്ത് മാറ്റാണ്ട് തന്നെ ആ ഒരു ഹൈറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ മുമ്പിലാണെങ്കിൽ പോലും ആ ഒരു കരിങ്കല്ലിൻ്റെ RR വർക്ക് കൊണ്ടുവരാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മൾ ഡിസൈനിൽ തന്നെ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഈ സംഭവം. അതുപോലെ ബൗണ്ടറി വാൾ ആണെങ്കിൽ ഏറ്റവും മിനിമലായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ആ വീടിൻ്റെ വ്യൂ ഒരിക്കലും മറിഞ്ഞു പോകാത്ത രീതിയിൽ താഴെ നിന്ന് നോക്കുന്ന സമയത്ത്, റോഡിൽ നിന്ന് കാണുന്ന സമയത്ത് പിന്നെ ഒരിക്കലും വീടിൻ്റെ വ്യൂ മറിയാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഗേറ്റ് ആണെങ്കിൽ തന്നെ ഏറ്റവും മിനിമലായിട്ട് നമ്മുടെ വീടിൻ്റെ ഡിസൈനുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലൊരു ബ്ലാക്ക് ആൻഡ് വുഡ് കോംബോയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തേക്കുന്നത്. കയറി വരുന്ന സമയത്ത് തന്നെ വീടിൻ്റെ എലിവേഷനോടൊക്കെ മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഫാബ്രിക്കേറ്റഡ് പോർച്ച് നമ്മൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 360x500 ഡയമെൻഷനുള്ള ഒരു പോർച്ചാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഒരു കാറും അതുപോലെ ഒരു ബൈക്കും എല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ വീടിന് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം സ്റ്റീൽ വിൻഡോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മെയിൻ ഡോർ മാത്രമാണ് വുഡിൽ പോയിരിക്കുന്നത്. ടീക്ക് വുഡാണ് നമ്മളതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിങ്ങിൽ നമ്മൾ നേരെ കയറുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് കാണുക. ആ കോർട്ട്യാർഡ് കാണുമ്പോൾ മനസ്സിലാവും അതിന് സീലിങ്ങിൽ ഒരു സിമെൻറ്റ് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ആ സിമെൻറ്റ് ടെക്സ്ചർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു വാളിലേക്ക് വന്നിട്ടുണ്ട്. ഫ്ലോറിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെബിൾസ്, കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിലാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ലെഫ്റ്റിലേക്കാണ് നമ്മൾ സോഫയുടെ അറേഞ്ച്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. സോഫയുടെ നേരെ മുന്നിലായിട്ട് നമ്മളൊരു പാർട്ടീഷൻ കം പ്രയർ ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രയർ ഏരിയ ചെയ്തിരിക്കുന്നത് ഫുൾ പ്ലൈവുഡ് ലാമിനേഷൻ കോമ്പോയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ WPC പാനൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള TV യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ സെയിം പ്ലൈവുഡ് വിത്ത് ലാമിനേഷൻ കോമ്പോയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമെൻറ്റ് ടെക്സ്ചർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ TV യൂണിറ്റിൻ്റെ വോളിൽ കണ്ടിരിക്കുന്ന അതേ സിമെൻറ്റ് ടെക്സ്ചറിനെ കണ്ടിന്യൂറ്റി നമ്മൾ സീലിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റെല്ലാം കൊടുത്ത് സീലിംഗ് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ ലിവിങ് സ്പേസിൻ്റെ വലതുഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ്ങിൽ നല്ലൊരു ഷോ ലൈറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സീലിംഗിൽ നമ്മളൊരു വുഡൻ ഷെയ്ഡെല്ലാം കൊടുത്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നേരെ നമ്മുടെ കിച്ചണിലേക്കാണ് പോകുന്നത്. അപ്പം കിച്ചൺ ഡൈനിങ് പാർട്ടീഷനായിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അവിടെ. നമ്മളിവിടെ മോഡുലാർ കിച്ചൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഫെറോ സ്ലാബിൽ ഫുൾ പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ട് അതിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആണ് ഡോർസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ മികച്ചതായിട്ട് തന്നെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഇത് നമ്മൾ ഫുൾ പ്ലൈവുഡ് ലാമിനേഷൻ കോംബോയാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു വുഡൻ ലൂവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിൽ നമ്മൾ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നമുക്കൊരു 6 സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതും ഡൈനിങ് ഹാളിൽ തന്നെയാണ്. ഡൈനിങ് ഹാളിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മളൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് അനുസരിച്ച് തന്നെ നമ്മളൊരു കോമൺ വാഷ്റൂമും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലിവിങ് സ്പേസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മളൊരു വാക്ക് വേ പോലെ അല്ലെങ്കിൽ ഒരു ലോബി പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്നാണ് ബാക്കിയുള്ള നമ്മുടെ 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും കൊടുത്തിരിക്കുന്നതും നമ്മൾ യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ളൊരു എൻട്രൻസ് വരുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അതുപോലെ ബെഡ്റൂം ആണെങ്കിൽ വലിയ ഹെവി ഇൻറ്റീരിയേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ബേസിക് ആയിട്ട് നമുക്ക് ബേസിക് നീഡ്സ് എന്താണോ അത് മാത്രമാണ് നമ്മൾ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളൂ.
ഇതാണ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരുന്നത്. 2100 സ്ക്വയർ ഫീറ്റിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ 4 ബെഡ്റൂമാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ സെൻട്രലൈസ് ചെയ്തിട്ടൊരു ബെഡ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലാന് കാണിക്കാത്തൊരു അറേഞ്ച്മെൻറ്റ്സ് ആ റൂമിൽ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ബേ വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലാന് കാണിച്ചിട്ടില്ല, സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് വാർഡ്രോബ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിൽ നമുക്കൊരു 3 പാളി വാർഡ്രോബ് വിത്ത് ഒരു ലാപ്ടോപ്പ് ടേബിളും കൂടി അറേഞ്ച്മെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതാണ്. അതുപോലെ മുമ്പിലേക്ക് ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. മുമ്പിൽ ഉള്ള ബെഡ്റൂം സൈസ് 360 ആണ്. ബാക്കിലെ ബെഡ്റൂം സൈസ് വരുന്നത് 360 390 ആണ് വരുന്നത്. ബാത്റൂം ഒരു 240 × 150 ആണ് ബാത്റൂം സൈസ് വരുന്നത്. സാധാരണ നമ്മുടെ എല്ലാ വർക്കിലും ചെയ്യുന്ന പോലെ സിംഗിൾ വാൾ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതായത് ഫസ്റ്റ് നമുക്കൊരു വാഷ് ബേസിൻ, പിന്നീട് നമുക്ക് പിന്നെ WC, അതുപോലെ പിന്നെ ഷവർ ഏരിയ. അപ്പോൾ ആ വെറ്റ് ഡ്രൈ കോൺസെപ്റ്റിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ L ഷേപ്ഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നേരെ വരുന്നത് നമുക്ക് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വരിക. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ്. 450 × 390 ആണ് ലിവിങ് സ്പേസ് നമുക്ക് ഉള്ളത്. അത് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് TV യൂണിറ്റ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രയർ ഏരിയ, ഒരു പാർട്ടീഷൻ കം പ്രയർ ഏരിയ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എൻട്രൻസിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന ഒരു കോർട്ട്യാർഡ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണുക. നമ്മുടെ കോറസ് വെന്റിലേഷൻ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കയറുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ ആയിരിക്കും ഈ ഒരു കോർട്ട്യാർഡ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളിപ്പം ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂം നമ്പർ 3 ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് 30 × 390 ആണ്. അത് അറ്റാച്ച് ബാത്റൂംസ് വന്നിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 390 × 390 സൈസാണ് ഡൈനിങ് കൊടുത്തേക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ചെറിയൊരു മറവ് കിട്ടുന്നതിൽ കുറച്ച് മാരിയിട്ടാണ് നമ്മുടെ ഹാൻഡ് വാഷിംഗ് സ്പേസ്, അതുപോലെ കോമൺ ബാത്റൂം അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ തന്നെ ബെഡ്റൂം നമ്പർ 4 വന്നിട്ടുണ്ട് ഇവിടെ. അതിൽ നമുക്ക് പിന്നെ നമ്മുടെ കട്ടിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വാർഡ്രോബ് വിത്ത് ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചണാണ് നമ്മൾ ഇങ്ങോട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ വരുന്ന സമയത്ത് വർക്ക് ഇൻ ട്രയാങ്കിൾ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അതുപോലെ ഒരു ഫയർ കിച്ചൺ അറേഞ്ച്മെൻറ്റ്സും കൂടെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അത്ര ഒരു പിന്നെ എന്താ പറയുക, വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്ലാനൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള പ്ലാനാണ്. വലിയ അറേഞ്ച്മെൻറ്റ്സുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന പ്ലാനാണ്. ഇതിൽ പറയാതെ പോയ കാര്യം, ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ വന്നിട്ടുണ്ട്. ഒരു സ്റ്റഡി സ്പേസ് ആയിട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത്യാവശ്യം നമുക്കൊരു അയൺ സ്പേസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഏരിയ ആയിട്ട് ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് മൊത്തം നമ്മുടെ ഈ വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്.